Seitanise resisting Seitanise liar and father of it, resisting steadfast and faith. നാമിനെ അടിമത്തിൽ കുടിപെടുത്തു. പ്രിയമുള്ളവർ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുള്ളിങ് ഡോൺ സ്റ്റോൾസ് കാവ്യയുടെ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പണ്ടത്തെ ഒരു ബി എഡ് കോളേജ് ഉണ്ടായിരുന്നൊരു സ്ഥലത്താണ്. ഇത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൂടെ പല ഓർമ്മകളും അതായത് സ്മരണകൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നുണ്ട്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ പഴയ ഓർമ്മകൾ. കാരണം ജീസസ് ക്രൈസ്റ്റ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചാൽ മനസ്സിലാകും. ഇവിടെ 2006-2007 കാലഘട്ടത്തിൽ ഞാൻ ഈ ബി എഡ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അന്ന് ഈ സ്ഥാപനം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടെ കാണുന്നതായിട്ടുള്ള ഈ ഓരോ റൂമും മനസ്സിലായില്ലേ, ഈ ഓരോ റൂമും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒന്ന് സ്റ്റാഫ് റൂം ആയിരുന്നു. ഇതിനകത്തെങ്ങാണ്ടാണ് രമാദേവി ടീച്ചർ. ഫസ്റ്റ് ഞാൻ ഈ കോളേജിൻ്റെ ഗേറ്റ് കടന്നു വന്നപ്പോഴേ 2006-2007 കടന്നു വന്നപ്പോഴത്തേക്കും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പുള്ളിങ് ഡോൺ സ്റ്റോൾസ് രമാദേവി ടീച്ചർ പ്രിൻസിപ്പളായിരുന്നു. ആ സമയത്ത് ഫിസിക്കൽ സയൻസിലെ മെയിൻ ഓപ്ഷൻ ടീച്ചർ, അതായത് ഫിസിക്കൽ സയൻസ് ഓപ്ഷൻ ടീച്ചറായിരിക്കുന്ന ലിബി ടീച്ചർ എന്നെയും അമ്മയും കൂടെ സ്വാഗതം ചെയ്തു. അതായത് ബസ് സ്റ്റോപ്പ് മാറി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അമ്മേനെ വഴക്ക് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നൊരു സാഹചര്യം കൂടെയായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി. ആ കോപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ അതിനുശേഷം എനിക്ക് ബി എഡിന് ചേരണമെന്നുള്ള ചിരകാല അഭിലാഷമുള്ളതുകൊണ്ട് എൻ്റെ അമ്മ ആ മോഹത്തിനൊന്നും എതിരുന്നില്ല. അമ്മ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങിയെന്ന്. അങ്ങനെ ആദ്യം മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്തെങ്കിലും പിന്നീട് മെറിറ്റ് സീറ്റിൽ തന്നെ എൻട്രൻസ് എഴുതി മെറിറ്റ് സീറ്റ് കിട്ടിയപ്പോഴത്തേക്കും കൊടുത്ത ക്യാഷൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ ഫിസിക്കൽ സയൻസ് ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിലാഷം പൂണിയൻ്റെ ഒക്കെ ഇടയിൽ തരുന്നു. ആ ഓപ്ഷനൊക്കെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ 2006-2007 ബാച്ച് കംപ്ലീറ്റ് ചെയ്യുവാനും ആ സമയത്ത് കമ്മീഷൻ വന്നപ്പോഴത്തേക്കും പല അധ്യാപകരെയും വാർത്തെടുത്ത ഒരു സ്ഥലമാണ്. ഫസ്റ്റ് ബി എഡ് ബാച്ചാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകൾ കുടികൊള്ളുന്ന സ്ഥലമാണ്. മാത്രമല്ല നമ്മൾ അസംബ്ലിക്കൊക്കെ നിന്നതായിട്ടുള്ള ഈ സ്ഥലം, അതായത് ഇവിടെ വന്നിട്ടാണ് ഗാലക്സി 6 ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് എക്സസൈസ് കണ്ടിന്യൂസ്ലി ആൻഡ് റിതമിക്കലി ക്ലാസ് ബിഗിൻ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരേത് എക്സസൈസ് ചെയ്ത സ്ഥലമാണ്. ആ സമയത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു അസംബ്ലി ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകൾ വാർത്തകളൊക്കെ വായിക്കുവാനായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. വളരെ ഐശ്വര്യപൂർണ്ണമായൊരു വർഷം 2006-2007 വർഷം. പിന്നെ മാത്രമല്ല റിപ്പബ്ലിക് ഡേക്കോ ഇൻഡിപെൻഡൻസ് ഡേക്കോ എൻ്റെ അറിവ് ശരിയാണ് റിപ്പബ്ലിക് ഡേക്കാണെന്ന് തോന്നുന്നു ഗാലക്സി 6 ഫസ്റ്റ് 6 ആൻഡ് സെക്കൻഡോ തേർഡോ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു പരേഡ് സാവധാനം എന്നുള്ള അർത്ഥത്തിൽ ബൈ ദ ലെഫ്റ്റ് ക്വിക്ക് മാർച്ച് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വന്നതും എമറാൾഡ് ഹൗസ്, റൂബി ഹൗസ്, സഫയർ ഹൗസ്, പേൾ ഹൗസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്നാണ് ഓരോ കൊടിയൊക്കെ പിടിച്ച് ഓരോ ഗ്രൂപ്പിലെ ലീഡേഴ്സൊക്കെ ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ അങ്ങനെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വർഷം കടന്നു പോകാനൊക്കെ ഇടയിൽ ചേർന്നു. പെട്ടെന്ന് ഈ വർഷം എങ്ങനെ കടന്നുപോയി എന്ന് തന്നെ നമുക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇതിനിടയ്ക്ക് 2006 തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫിസിക്കൽ സയൻസ് എന്നെ അമ്മയും വരവേറ്റതായിട്ടുള്ള ലിബി ടീച്ചർ താൻ ഡൽഹിയിലേക്ക് പോയതുകൊണ്ട് അതിന് പകരം പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ ശേഷം ഒരാഴ്ച കണ്ട കഴിഞ്ഞിട്ട് ഷീമ ടീച്ചർ എന്നുള്ള ഫിസിക്കൽ സയൻസിലെ ഒരു ഓപ്ഷൻ ടീച്ചർ വന്നു. കൊമേഴ്സിന്റെ ഓപ്ഷൻ ടീച്ചർ സിന്ധു ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഓപ്ഷൻ ടീച്ചർ വേറെ ഏതൊരു ടീച്ചർ സാറങ്ങ് ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സിലെ ഓപ്ഷൻ ടീച്ചർ സിവി ടീച്ചറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സൗമ്യ ടീച്ചർ, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് സിന്ധു ടീച്ചറും കണ്ടായിരുന്നു. സജി സാറും ഉണ്ടായിരുന്നു. ആ സാറാണ് ഇടയ്ക്കൊക്കെ കണ്ട പാട്ട് പാടിയത്. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിടാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണരും. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിടാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണരും. ആ പാട്ടൊക്കെ പാടി തുടങ്ങിയത്, അതായത് KG യേശുദാസിന്റെ പാട്ട് അദ്ദേഹം ഒന്നും കൂടെ ഒന്ന് പാടുവാൻ തക്കൊണ്ട് ഇടയിൽ തരുന്നു എന്തോ ടാലന്റ് ഷോ ആയിട്ടുള്ള ബന്ധത്തിൽ. അപ്പം അങ്ങനെ പുള്ളിങ് ഡോൺ സ്റ്റോൾസ് ആ പാട്ടൊക്കെ എനിക്ക് കേൾക്കുമ്പോഴത്തേക്കും ഈ കലാലയം ഓർമ്മ വരെയാണ്. പുള്ളിങ് ഡോൺ സ്റ്റോൾസ് പിന്നെ അതായത് ഇന്നലെ മയങ്ങുമ്പോൾ എന്നുള്ളതിൻ്റെ സ്റ്റാൻസ മാത്രമാണ് പാടിയത്. അനുപല്ലവിയുണ്ട്, അത് പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് പാടാം. ഫോർ ബെതൻ യു ഹാവ് കാൾഡ് ഓൺ ലിബർട്ടി, പുള്ളിങ് ഡോൺ സ്റ്റോൾസ് ഫോർ ബെതൻ യു ഹാവ് കാൾഡ് ഓൺ ലിബർട്ടി. അത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ കൊമേഴ്സിലെ ഓപ്ഷൻ ടീച്ചർ സിന്ധു ടീച്ചറാണ്. ചുരുക്കി പറഞ്ഞ ഒരു 6 ഓപ്ഷനുകളുണ്ട്. നേച്ചർ സയൻസിലെ അർച്ചന ടീച്ചറാണ്. പിന്നെ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 6 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബി എഡ് ബാച്ചായിരുന്നു. എനിക്ക് 61.8% ഈ സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ പഠനത്തോടുള്ള ബന്ധത്തിൽ അവർ വള്ളോടൻ ജീസ് ക്രൈസ് ബൈ ദ ഗ്രേസ് നൽകുവാൻ്റെ കൊണ്ട് ഇടയിൽ തരുന്നു. ഫോർ ബദനി ഹോൻ കാൽബട്ടി വളരെ
നല്ല ഒരു സ്ഥലമാണ്. ഫോർ ബദനി ഹോൻ കൽവട്ടി, പ്രകൃതി ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. പ്രകൃതി പിന്നെ എന്താണ് ഉറങ്ങുന്ന മാത്രമല്ല, പ്രകൃതി ചിന്തകൾ ഉണർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെയധികം ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്, എന്നാൽ ഉണർത്തുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ വെച്ചാണ് ഫിസിക്കൽ സയൻസ് ഓപ്ഷനിൽ ലാസ്റ്റ് കടന്നതുള്ള എൻ്റെ ക്ലാസ്മേറ്റ് ആയിരിക്കുന്ന ഗിരീഷ് ബാബു. എപ്പോഴും ആ ബാബു ഈ ബാബു എന്നൊക്കെ പറയും, പക്ഷേ സുരേഷ് ബാബു, സതീഷ് ബാബു, ആ ബാബു, കുട്ടപ്പൻ ബാബു, ഊട്ടി ബാബു, ഗിരീഷ് ബാബു ആണെന്ന് നമ്മളൊക്കെ പിന്നീടാണ് മനസ്സിലാക്കിയത്. പിന്നെ ജിഷാദ് ഖാൻ ഫിസിക്കൽ സയൻസിലുണ്ടായിരുന്നു, പ്രവീൺ ആറ്റിങ്ങൽ പ്രവീൺ ഉണ്ടായിരുന്നു, ആറ്റിങ്ങൽ റാണി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. പക്ഷേ ഞാൻ ഒഴികെയുള്ള ഒട്ടുമിക്ക പേരും ഗവൺമെൻറ് സർവീസിലേക്ക് കടക്കുവാൻ ഇടയെത്തിരുന്നു. പിന്നെ അവരെയൊക്കെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. പക്ഷേ മറ്റൊരു സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ അവർ ഫ്രീ ആണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. ഞാനും എങ്ങനെയാണ് ഈ 20 വർഷം അല്ലെങ്കിൽ 19 വർഷം തള്ളിയെന്നല്ല, പിന്നെ എന്താണ് ഐശ്വര്യപൂർണ്ണമായിട്ട് കടന്നുപോയെന്ന് അറിഞ്ഞിട്ടില്ല. ക്രൈസിസിൻ്റെ കൃപയിൽ എൻ്റെ മാതാവിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഞാനും കല്യാണം കഴിഞ്ഞു. വിജിതയോടൊപ്പമുള്ള ഒരു 9 വർഷ ജീവിതം. പിന്നെ അതോടൊപ്പം പിന്നെ എന്താണ് മകൻ ഇപ്പം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഫോർ ബദനി ഹോൻ കാൾവട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജിത എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ഈ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങി വന്നല്ല, ഇതൊരു ഈ റോഡിൽ കൂടെ ഏതാണ്ട് ആ റോഡിൽ കൂടെ ഒക്കെ പാസ് ചെയ്തിട്ടുണ്ട്. ഗിരീഷോൻ്റെ വീട്ടിൽ ഞാനും വിജിതയും കുട്ടുമായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. ഫോർ ബദനി ഹോൻ കാൾവട്ടി. ഈ BEd കോളേജ് കഴിഞ്ഞ ശേഷം എനിക്കൊരു ചെറിയ 2 സർജറിക്ക് വിധേയമാകാൻ തക്കൊണ്ട് ഇടയിൽ തീർന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീർന്നു. ഫോർ ബദനി ഹോൻ കാൾവട്ടി. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂറിങ് ദി ഇയർ 2006-2007 I studied, I completed that BEd course in this institution. This institution's name is Kaved College of Teacher Education, Pirappangod, near MC Road, Venyaramud. During that time, my physical science option teacher was Libby teacher and Shima teacher, and also the respective commerce option teacher was Sindhu teacher, natural science option teacher was Archana teacher, and also English having their own option teacher, and also an option SAR or something like that. Social science option, concerning social science option, Sindhu teacher or any other teacher, or I think it was Sindhu teacher. That means Sindhu teacher was the option teacher related to social science, and also the mathematics option teacher was Civic teacher, later Smitha teacher. Total 6 options. Total we had 6 options. That means English, mathematics, physical science, natural science, social science, and commerce. The total students was nearly 100 or something like that. Nearly 100 or 101 or nearly 99 to 101 or 100, nearly 100. Physical science option teacher, the total number of students was 18 or 19, nearly 20. For Bethany Huen Carter Liberty, the 4 boy students was 1 me, second Attingal Praveen, third is Ishad Khan, fourth is Girish Babu. For Bethany Huen Carter Liberty. Others are the others out of 20, 4 were boys, the remaining were girl students. For Bethany Huen Carter Liberty. Pulling down a stone. Sir, during that time, let me say, abundant academic life period that means an abundant academic life. We enjoyed that abundant academic life during that time period in this institution. We enjoyed it, and also we completed our BEd course during the year 2006-2007, the final semester. That means the second semester examination. One semester containing 6 months, and that is first semester. The second semester examination was conducted by University of Kerala, under the University of Kerala, during 2007 September, nearly middle, and the result was published nearly November or something like that, October or November.
I got 61.8% marks. And also this institution was a beautiful institution, and also many natural things we can see that now, right now. And also this institution was very enjoyable, and we enjoyed it. At that time we enjoyed some nature's beauty. Right now also we can enjoy the beauty of nature. A lot of plantain trees and also a tamarind tree is also present. That means right now. But 19 years back, one of my classmates in that means commerce option, Deep brother, he used this tree for that means in order to a riddle, in order to run a riddle like thing, like a sing or something like that. He played that. 19 years back we enjoyed this nature's beauty also. During Onam occasion also we enjoyed it. How beautiful was that tamarind tree? How beautiful is this tamarind tree right now for Badani Carter Liberty? Now this is under the supervision of a watcher, and they passed these rooms to some Tamil persons as hired persons. Now some Tamil persons are dwelling there as hired, that means persons, and they are dwelling, that means like rented persons. They are paying rent monthly to this institution, to that owner, for Badani Carter Liberty, Pullington Stalls. One thing I want to say is that believe on Lord Jesus Christ, then you and your family will be saved. There is salvation in none. There is no name under heaven given among men whereby we must be saved. If a person believeth and is baptized in the name of our Lord Jesus Christ, then that person, he or she, or he and she shall be saved. Pulling down a stalls. If a person believeth not, then he or she shall be condemned. And also for God so loved the world that he gave only begotten Son, that whoever believes in him shall not perish but have everlasting life. Pulling down a strongholds. Stand fast in liberty or the crisis ministry, and be not entangled again with the yoke of bondage. For Badani Carter Liberty. Now the time is nearly 6:31. That is nearly too late. The sunset happened, I think. For Badani Carter Liberty. Now this watchman is trying to close this front gate. Pulling down a stone also. This institution is located near MC Road, Pirapangod, for Badani Kalbati. My classmate Pirapangod Girish Babu is dwelling nearly 200 meters away from this place. For Badani Carter Liberty. How beautiful is this place? In the beginning was the Word, and the Word was with God, and the Word was God. All things were created by Him, and without Him was not anything made that was made. Pulling down a strongholds. And be not entangled again. Stand fast in liberty of the crisis ministry, and be not entangled again with the yoke of bondage. Now may the Lord of peace himself give peace always, and the Lord be with you all. Exceeding joy, great Lord of peace, as we peace to you. Peace to you, for Badani Uncle, but peace to you, those pulling down a strongholds. Greet one another with a holy kiss. Peace to you, those who are in Christ Jesus. Amen. Pulling, do not see at all. Pulling down a strongholds, as we peace you. ചേട്ടാ കണ്ടേ സന്തോഷം. പിന്നെ കാണാം. കാരണം 2006-2007 കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിലൊരു വലിയ വഴിത്തിരിവായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പച്ചടി വെച്ചിട്ട് കയറ്റം വരും. പിന്നെ മനുഷ്യനല്ലേ ജീവിതത്തിൽ കുറച്ച് പ്രതികൂലം ഉണ്ടെങ്കിലും ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു യൂട്യൂബറാണ്, പിന്നെ ചെറിയ കുറച്ച് ട്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു.
കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ ജോലി തരും. ഗവൺമെൻറ് സർവീസിലൊന്നും കയറിയില്ല എങ്കിലും ക്രൈസ്റ്റ് നമ്മളെ കൈവിട്ടിട്ടില്ല, ഇനിയും കൈവിടത്തില്ല. നമ്മളെ എൻ്റെ പേര് അഭിലാഷാണ്. പോട്ടെ. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ കൂടെ അന്ന് പഠിച്ച ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, പിരപ്പങ്കോട് വലിയ വീട്ടിൽ ഗിരീഷ് ബാബു. വലിയ വീട്ടിൽ ഗിരീഷ് ബാബു, മറ്റേ ലൈറ്റും സൗണ്ടും സാധനങ്ങളൊക്കെ കൊടുക്കുന്നില്ല. എൻ്റെ ക്ലാസ്മേറ്റ്, നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിച്ചത്. അവിടെ പോയി കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഇത്തിരി പാട്ടൊക്കെ പാടിയിട്ട് അങ്ങ് പോകാൻ. BJP പാർട്ടി നമ്മൾ നോക്കണ്ട, ആ വ്യക്തിയാണ് നമ്മൾ. അതെ. പാർട്ടി എനിക്ക് BJP എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒരു പാർട്ടിയിലും അങ്ങനെ വിശ്വാസമില്ല. വ്യക്തികളെയാണ് നമ്മൾ നോക്കുന്നത്. കാരണം BJP-ക്കാരുടെ എന്ന് വെച്ചാൽ വടക്കേ ഇന്ത്യയിലെ ചർച്ചുകളെ, പള്ളികൾ എങ്ങനെ പൊളിച്ചിട്ട് മതിൽമേൽ എഴുതിയിരിക്കുന്നതിനെ എങ്ങനെ മാറ്റി കളഞ്ഞിട്ട് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ, മനസ്സിലായില്ലേ? ഇപ്പോൾ അവരുടെ ക്ഷേത്രത്തിൽ നിന്ന് അവർക്ക് മാറ്റാൻ അവർക്ക് ഇഷ്ടപ്പെടും. ബൈബിളിലെ ഒരു വാക്യം നമ്മൾ ഇണവാക്യങ്ങളും കൂടെ ചേർത്താണ് പഠിക്കുന്നത്. ഇനി കോൺഗ്രസ്സുകാരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെ മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മുസ്ലിം ആധിപത്യം നിലനിർത്തി വോട്ട് ബാങ്ക് പ്രീണനം, അതാണ് കോൺഗ്രസ്സുകാരുടെ പരിപാടി. പിണറായി വിജയന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി അടിമത്ത സ്വഭാവം. അതുകൊണ്ട് ഈ 3 പാർട്ടികളോട് ഞാൻ എതിരാണ്. ഞാൻ ഒരു പാർട്ടിയിലുണ്ട്. ഇനി യൂട്യൂബിൽ വിമർശിക്കാൻ 3 പാർട്ടികളെ ഒരുപോലെ നമ്മൾ വിമർശിക്കാറുണ്ട്. നമ്മൾ ഇങ്ങനെ പണ്ടൊരു പാട്ട് കേട്ടില്ലേ, ഗംഗയാർ പറക്കുന്ന ഹിമോൻ മലയിൽ. ഞാൻ അത് എഴുതിയൊരു പാരഡി പാട്ട് ഇങ്ങനെയാണ്: നരേന്ദ്രമോദി റൂൾഡ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ, പി വിജയൻ റൂൾഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള, ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ദക്ഷിണ വിഷമാം ഇസ്ലാം മതം, ദക്ഷിണ വിഷ പാർട്ടി CPM-ഉം, ദക്ഷിണ വിഷമാം ഇസ്ലാം മതം, ദക്ഷിണ വിഷ പാർട്ടി CPM-ഉം ഇസ്ലാം മതത്തെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് ഉറപ്പാക്കും ഇടവലത്. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. നരേന്ദ്രമോദി റൂൾഡ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ, പി വിജയൻ റൂൾഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള, ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. നരേന്ദ്രമോദി റൂൾഡ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ, പി വിജയൻ റൂൾഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള, പുള്ളിങ് ഡൗൺ സ്റ്റോൾസ്. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ആൻഡ് ബി നോട്ട് എൻഡിങ് അഗൈൻ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ഡു നോട്ട് സി അറ്റ് ആൾ. ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ, ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ഡു നോട്ട് സി അറ്റ് ആൾ. പുള്ളിങ് ഡൗൺ. നമുക്ക് ഞാൻ അങ്ങനെ പല പാട്ടുകളും ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് ഏത് പാട്ടെന്ന് മനസ്സിലായല്ലോ, ഗംഗയാർ പറക്കുന്ന ഹിമവൻ മല, അതിൻ്റെ പാരഡിയാണ്. അപ്പോൾ ആനുകാലിക സംഭവങ്ങളെ ഇങ്ങനെ ട്യൂണും കൂടെ ചേർത്ത്, പഴയ ട്യൂണുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെയാണ്. കാരണം ഉളവായതൊന്നും അദ്ദേഹത്തെ കൂടാതെ ഉളവായിട്ടുള്ളതല്ല. കാരണം ഒരു സംഗീത ഒരു ട്യൂൺ ഒരാൾക്ക് കൊടുത്തത് ഫെയ്ത്ത്ഫുൾ ക്രിയേറ്ററാണ്, കാരണബോധനാണ്. ആ ട്യൂൺ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരികൾ മാറ്റി നമുക്ക് പാടിക്കൂടാ? അത്യാവശ്യം നല്ല കേട്ടാൽ മനസ്സിലായല്ലേ പാട്ട്, നല്ല ഇതല്ലേ, ഒരു സന്ദേശമല്ലേ, അത്യാവശ്യം ട്യൂണും അല്ലേ ഉണ്ടല്ലോ. പിന്നെ പോയിട്ട് ഞാൻ എന്തായാലും ഭാരപ്പെടണം. പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഓ അത് ശരി. ചേട്ടൻ്റെ പേരെന്താണോ? മനോഹരൻ. ഇടയ്ക്ക് ഭാരപ്പെടണം, കാണാം. ഇടയ്ക്ക് ഇതുപോലെ ഭയപ്പെടാൻ നമുക്ക് കാണാമല്ലോ.